തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായി എന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന്റെ മരണം. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം 24 പുറത്തുവിട്ടു. ആദ്യം അതിലേക്ക്. ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്ന് 6 ദിവസം തികയും എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുവർത്താത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അന്വേഷണത്തിനറിയാം. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദത്തെ ആ വോയിസ്, എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. വേണുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. അതേസമയം വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ റീനൽ ഫംഗ്ഷൻ, ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ, നെഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.